ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പോസ്റ്ററാണ്. അതിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: ഒരു സ്ത്രീയോട് ഒരിക്കലും യാചിക്കരുത്. ലൈംഗികത, സ്നേഹം, സമയം, ബഹുമാനം. നിങ്ങൾക്കത് ചോദിക്കേണ്ടി വന്നാൽ നിങ്ങൾ അവളുടെ മുൻഗണനയിലില്ല. അവൾ അറിഞ്ഞു തരുന്ന പുരുഷനാവുക. അപ്പോൾ ഭൂരിപക്ഷം ആണുങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും പെണ്ണുങ്ങളുടെ അടുത്ത് പോയിട്ട് യാചിക്കുകയാണ്, പ്രണയത്തിന് വേണ്ടിയിട്ടും ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടും. അങ്ങനെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ പൊതുവെ കണ്ടുവരുന്നത്. അത് പെണ്ണുങ്ങൾ നന്നായി മുതലാക്കുന്നുണ്ട്. പ്രണയിച്ച് കഴിഞ്ഞതിന് ശേഷം കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒക്കെ ഗുരുതരമായി അത് ബാധിക്കുന്നത് ആണുങ്ങളെയാണ്, പെണ്ണുങ്ങളെയല്ല. കാരണം ഭിക്ഷക്കാരൻ ഭിക്ഷയാചിക്കുന്ന പോലെ പോയെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ പ്രണയിക്കാനായിട്ട് കഴിയുള്ളൂ. പിന്നെ പെണ്ണ് ആണിനെ യന്ത്രമനുഷ്യനായിട്ട് മാറ്റും. പെണ്ണ് ആണിനെ അവളുടെ ചൊൽപ്പടിയിൽ ആക്കും. എന്നാലേ പ്രണയം വിജയിക്കൂ. ആണുങ്ങൾ അധികം പേരും വീണുപോകും. അവരധികം പേരും അതിൽ ആകൃഷ്ടരായിട്ട് ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടും പെണ്ണിൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടും ഭിക്ഷാടനം നടത്തുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് കാണുന്നത്. അപ്പോൾ സ്വയം ഒരു കുഴി കുഴിച്ചിട്ട് അതിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. സ്നേഹം എന്ന് പറഞ്ഞിരിക്കുന്നത് അതല്ല. ഒരു പെണ്ണിന് ഒരു ആണിനോട് സ്നേഹമുണ്ടെങ്കിൽ ആണ് ഭിക്ഷാടനം നടത്തേണ്ട ആവശ്യമില്ല. പെണ്ണ് ആണിൻ്റെ അടുത്തേക്ക് വരികയും സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും അവന് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുകയും ചെയ്യും. അതിപ്പോൾ ഭാര്യ ആവണമെന്നില്ല, കാമുകി ആവണമെന്നില്ല, ആർക്ക് വേണേലും ആവാം. കേരളത്തിലെ ആണുങ്ങൾ പെണ്ണുങ്ങളെക്കുറിച്ചുള്ള ചിത്രം തെറ്റായിട്ടാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അവർ ഭിക്ഷാടനം നടത്തി പെണ്ണുങ്ങളെ സ്വന്തമാക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഒരുപാട് പിരിമുറുക്കം അവരനുഭവിക്കും. അവസാനം അത് കൊലപാതകത്തിലേക്ക് വരെ എത്തുന്ന സാഹചര്യമാണ് കാണുന്നത്. ആത്മഹത്യയിലേക്ക് വരെ എത്തുന്ന സാഹചര്യമാണ് കാണുന്നത്. എല്ലാ പെണ്ണുങ്ങൾക്കും പക്വതയില്ല, ഹൃദയവിശാലതയില്ല, നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം എന്നൊന്നും അറിയില്ല. ആണുങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് അറിയില്ല, ഉത്തരവാദിത്വമില്ല, പ്രതിബദ്ധതയില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങൾ അവർക്കില്ല. എല്ലാ പെണ്ണുങ്ങളും സിനിമയിൽ കാണുന്ന പോലെ ആണ് എന്ന് വിചാരിച്ചിട്ട് പ്രണയിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് നഷ്ടവും കഷ്ടവും ആണുങ്ങൾക്ക് സഹിക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ കേരളത്തിലെ ആണുങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.